ഓ കൈരേകള് നോക്കാന്നോ? നല്ല കാലം തന്നെയടേ. ഇന്നിന് റിപ്പയറും കോപ്പൊന്നും ഇല്ലല്ലോ. പിന്നെ വേഗം തിന്നേച്ചേ 7-ാം ബ്ലോക്കിന്റെ അപ്പുറത്തേക്ക് വരി. വാ. ഓ എല്ലാരും കിടപ്പിലായോ? വേഗം എഴുതിച്ച് വരയിടേ. ഒന്ന് അനങ്ങി നടക്കടാ. വിദ്യാരാ, നിന്നെ കാണാൻ ആള് വന്നിട്ടുണ്ട്. നിന്റെ മറ്റേ കേടി വിളിച്ചിരിക്കാണ്ട് വേഗം തിന്നേച്ചു വാടാ. ആരാ സരോജിനി? ആ കൊടയമടിയൊക്കെ ഇവിടെ വെച്ചേക്ക്. ഇതെന്ത് കോല ഇത്? തിന്നും കഴിക്കൊന്നും ചെയ്യണില്ലേ? കഴിഞ്ഞാണോ കണ്ടേനേക്കാൾ ചടച്ചു. ഈ സമയത്ത് ആളെന്ന് പറഞ്ഞപ്പോ ആരാന്ന് കരുതി? എപ്പോഴും രാവിലെയല്ലേ വരാറ്? ഒന്നും പറയണ്ട. രാത്രി വണ്ടിക്ക് തന്നെയാ വന്നത്. തിരക്കെന്ന് വെച്ചാ എന്താ തിരക്ക്! സൂര്യ കുത്താൻ ഇടയില്ല. സ്കൂൾ അവധിയാത്രേ. പരപര വെളുക്കുമ്പോ എത്തേണ്ട വണ്ടി എത്തിയപ്പോ 11 മണി. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കുളിമുറിയിൽ തിരക്കുണ്ടായില്ല. വേഗം കുളിച്ചു മാറാൻ പറ്റി. എന്തിനെങ്ങനെ വരണേ? പിന്നെ വരാണ്ട് വല്ലപ്പോഴെങ്കിലും എനിക്കൊന്ന് കാണണ്ടേ? എന്താ അവകാശം എന്ന് ചോദിച്ചാ, അങ്ങനെ കഷ്ടപ്പെട്ട്. കഷ്ടപ്പാടോ? ഇല്ലെങ്കി ഞാനെന്തിനാ ഇങ്ങനെ ഇങ്ങനെ ജീവിക്കണേ? ഇനിയിപ്പോ 1-1.5 മാസം കൂടിയല്ലേ ഉള്ളൂ. പിന്നെ എനിക്ക് വരണ്ടല്ലോ, എന്നും കാണാലോ. വീടും പറമ്പൊക്കെ പുല്ലും പടഞ്ചയും കയറി കിടക്കുക. കഴിഞ്ഞ ആഴ്ചയും നെന്മാറേന്ന് ശാരദേട്ടയുടെ മൂത്ത മോനൊന്ന് നാളികേരിട്ടുകൊണ്ടുപോയി. എന്നാ പെര തുറന്നൊന്ന് അടിച്ചു വാരുക, അതില്ല. പെര മുക്കാലും ചെതല. താക്കോല് കിട്ടിയൊന്ന് അടിച്ചു ഉടച്ചിടായിരുന്നു, തരില്ല. ഒരിക്കൽ ചോദിച്ചു, തേച്ചാലും കുളിച്ചാലും പോത്ത ചീത്തയാ കേട്ടത്. എന്തിനാ വെറുതെ അവരോടൊക്കെ? വേണ്ട, ഞാൻ വരട്ടെ. ആ പിന്നെ നമ്മുടെ ഇടവഴി നന്നാക്കി റോഡാക്കാൻ പോവാ. കറണ്ടും വലിക്കോ അത്രേ. ഇനിയിപ്പോ വരുമ്പോ പാമ്പിനെ പേടിക്കാണ്ട് നടക്കാലോ. മറന്നോ ആ ഇടവഴിയൊക്കെ? എന്നും രാത്രിയില് അതൊക്കെ ഓർത്തോണ്ട് കിടക്കും ഞാൻ. സ്കൂളിൽ പഠിക്കുമ്പോ ചതിക്കുഴി കുത്തിയതും മത്തായി മാഷിനെ വീഴ്ത്തിയതും പാമ്പ് ഇണ കൂടണ കണ്ടതും പിന്നെ ഓർമ്മയില്ലേ? സംസാരിച്ചു കഴിഞ്ഞില്ലേ? സമയായി. സാരില്ല, അയാള് പോയി. പിന്നെ നമ്മുടെ പൂശാരി ബാലേട്ടൻ മരിച്ചു. എങ്ങനെ? വണ്ടി അടിച്ചതാ 5:30-യുടെ പാസഞ്ചർ. ചാരായം കുടിച്ച് തലയ്ക്ക് വെളിവില്ലാണ്ട് പെട്ടതാ. ചിലര് പറയണ തല വെച്ചതാന്ന്. ആർക്കറിയാം. ഇനി അതാലോചിച്ച് വിഷമിക്കണ്ട. പോയോര് രക്ഷപ്പെട്ടു. ആ പിന്നെ പറയേണ്ട കാര്യം വിട്ടു. ഞാൻ ഇവിടെ ശ്രീകുട്ടിയെ കണ്ടു. കഴിഞ്ഞ ആഴ്ച മമ്മിയൂര് ഒരു കളമ്പാട്ടും തിരുവൊഴിച്ചിലും ഉണ്ടായിരുന്നു.
ആറങ്ങോട്ടർ എനിക്കൊരു മാമനുണ്ടല്ലോ, മാമനേറ്റതാ. പാട്ട് കഴിഞ്ഞ് മടങ്ങുമ്പോ ബസ്സിൽ വെച്ച് നല്ല മുഖപരിചയമുള്ള ഒരു കുട്ടി ചോദിച്ചപ്പോ നമ്മുടെ ശ്രീകുട്ടി. ആ ചെറുപ്പത്തിലൊക്കെ ഞാൻ കരുതിയത് ഈ മുഖച്ചായെന്നാ. ഇപ്പൊ വളർന്നപ്പോഴല്ലേ തനി അമ്മ. ആ ചിരിയും കണ്ണും ഒക്കെ അത് തന്നെ. വലിയ കുട്ടിയായി. എന്റെ അത്രയുണ്ട്. ചോദിച്ചു എന്റെ മോള്. കുട്ടിക്കൊന്നൊന്ന് കാണണം എന്നൊക്കെയുണ്ട്. അമ്മാവന്മാര് വിടില്ല. ഒരിക്കലൊരു കത്തെഴുതി വെച്ചതാ, അതുപോലും അയക്കാൻ സമ്മതിച്ചില്ല. അച്ഛൻ മരിച്ചുപോയെന്ന് കരുതിക്കൊള്ളാനാ പറഞ്ഞിരിക്കണ. അതിന്റെ ഒരു യോഗേ. തന്തയില്ല തള്ളയില്ല, അമ്മായിമാരുടെ ആട്ടും തുപ്പും കൊണ്ട് വളരാനാ യോഗം. വിഷമിക്കണ്ട. പുറത്തിറങ്ങിയ നമ്മുടെ കുട്ടി നമ്മളെ കൊണ്ടുവരില്ലേ? സാരില്ല. എന്താണ് ഉറങ്ങാറായില്ലേ? ഏത് കുട്ടിയാ കരണേ? കുട്ടിയാ? ആ കേട്ടോ. അത് കുട്ടിയൊന്നല്ല, പട്ടിയാ. പോയി കിടന്ന് ഉറങ്ങടാ. ഞാൻ ശരിക്കും കേട്ടതാ. നീ അങ്ങനെ പലതും കേൾക്കും. അത് പുതിയ കാര്യമൊന്നല്ലല്ലോ. അവിടെ എങ്ങാനും പോയി ചുരുണ്ടുപിടി കിടന്ന് ഉറങ്ങടാ. ഓരോ ദിവസം ഓരോ വട്ട്. തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് പുറപ്പെടുന്ന 6347 നമ്പർ കണ്ണൂർ എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറപ്പെടുന്നതാണ്. എന്റെ മോളെ ഒരു ഉറുമ്പ് അടിക്കുന്ന വേദന ഉണ്ടാവൂ? അതുപോലും ഉണ്ടാവില്ല. കുട്ടി അറിയ പോലുമില്ല. നോക്കിക്കോളൂ. ശാരദമ്മേ, തല ചേർത്ത് പിടിച്ചോളൂ. ഈ കുട്ടി എല്ലാറ്റിനും ഓരോ സമയമുണ്ട്. വയസ്സ് 7 കരയില്ലേ? കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇപ്പോഴോ വേദന എടുത്തോ കുട്ടിക്ക്? അപ്പൊ ഒരു കാതിൽ മതിയോ കമ്മല്? കാത് കുത്തുമ്പോ പെൺകുട്ടികൾ കരയോ? കഴിഞ്ഞില്ലേ പണ്ടാരം? എപ്പോഴേ കഴിഞ്ഞു? അച്ഛന്റെ മോള് പൊന്നു മോള്. കരയല്ലേ. ഇപ്പൊ മാറും. പൊന്നിന്റെ കമ്മലിടുമ്പോ അച്ഛന്റെ മോളിൽ സുന്ദരി കുട്ടിയാവുന്നറിയോ? കരയല്ലേ പൊന്നു. അച്ഛന് സഹിക്കണില്ല. പൊണ്ടാരടങ്ങാൻ ഇതിപ്പോ കുത്തണ്ട ഒരു കാര്യമില്ല. ഈ കരച്ചില് കാണാണ്ടിരിക്കാൻ വേണ്ടി എത്ര നാളും വേണ്ടാന്ന് വെച്ചത്. കരയല്ലേ. മണി, ഇതിപ്പോ ഞങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചോ? ഏടത്തി മിണ്ടാണ്ടിരിക്കണ്ടോ? എനിക്കിടെ ആകപ്പാടെ കൊഞ്ചിക്കൽ ഇത്തിരി കൂടുതലാ. പെൺകുട്ടിയാ, നിലത്ത് നിർത്തി പഠിപ്പിക്കേ. കാത് കുത്തുമ്പോ കുട്ടികളൊന്ന് കാര്യം. അതിന് ഇത്ര ആദ്യം വേണോ വിചാര? നാളെ പോവാൻ നോക്ക്. മിനിയേച്ചി പൂച്ചപ്പഴം പറിച്ചേ ശ്രീകുട്ടിക്ക്. ചോര നിന്നിട്ടില്ലല്ലോ. എവിടെ? നാളെ തട്ടേ
ഇത് ചോര നിൽക്കണില്ലല്ലോ. ഞരമ്പ് പോലും മാറിയിട്ടുണ്ടാവും. ഞാനുമ്പോ ആ ഞാൻ ആദ്യമായിട്ടൊന്നല്ല കാതുകുത്തണത്. പിന്നെ ചോര നിൽക്കണില്ലല്ലോ. ഡോക്ടർമാരാരെങ്കിലും വിളിക്കണോ? എന്തിന്? ചോര എങ്ങനെ പോയാലോ? പഴയ കാലമൊന്നുമല്ലേ. എന്റെ വിദ്യാരാ, മനുഷ്യന്റെ ചെവിയാ തുളയ്ക്കണേ. കുറച്ച് ചോര വരും. ഒരു തുള്ളി ചോര പോയ ചാവൊന്നുമില്ല. നിങ്ങളുടെ കരുനാക്കൊണ്ട് വേണ്ടാത്ത വർത്താനം പറയാൻ നിൽക്കണ്ട. പോയേ, പൈസ കിട്ടില്ലേ? ഇങ്ങനെ എല്ലാം ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ കുറെ കഷ്ടാണേ. ഈ അവയവങ്ങൾ തുളച്ച ആഭരണം ഇടുന്ന പരിഷ്കാരം ആര് കണ്ടുപിടിച്ചാണാവും? ഇപ്പൊ വേദന കുറവുണ്ടോ എന്റെ കുട്ടിക്ക്? എന്റെ കാത് കുത്തിയത് കാര്യമുള്ളോണ്ടാ. ഒട്ടും വേദന ഉണ്ടായിരുന്നില്ല. കടുകോളം ചോരേ വന്നുള്ളൂ. എന്റെ ചെവിയില് ഭസ്മല്ല, പാമ്പുമേക്കാട്ടിന്ന് കൊണ്ട മഞ്ഞപ്പൊടി ആട്ടത്. അമ്മയടുത്ത് പറഞ്ഞിട്ട് ഞാൻ ലക്ഷം മഞ്ഞപ്പൊടി കൊടുത്തട്ടെ? വേണ്ട, എല്ലാം കൂടെ ആയിട്ട് കൊളാക്കണ്ട. ഇപ്പൊ വേദനയൊക്കെ മാറിയില്ലേ? എല്ലിയുടെ ചുട്ടിൽ നിറയെ പൂക്കളുണ്ട്. നമുക്ക് പോയി മാല ഓർക്കാം. വേണ്ട, ഇപ്പൊ പൂമാലയൊന്നും വേണ്ട. നീ പോയിരുന്ന 4 അക്ഷരം പഠിക്കേ. ഇത്തവണ ഗവൺമെന്റ് പരീക്ഷ. നല്ല മാർക്ക് വാങ്ങിച്ച് പരീക്ഷ പാസ്സായില്ലെങ്കിൽ അമ്മയെ പോലെ കുടം കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ആ കാലമൊക്കെ പോയി. ഓ പിന്നെ അവളിപ്പോ പഠിച്ച് പെരപ്പുറത്ത് കയറാൻ പോവല്ലേ. നമ്മളെ കാപ്പി നടീ കാപ്പി പിടിച്ചോ. അത് നീ കുടിച്ചോ, അവക്ക് വേറെ കൊടുക്കാം. ഡീ അപ്പുറത്തേക്ക് വന്ന് ഒരു ഗ്ലാസ് കാപ്പി തരാം. എനിക്ക് വേണ്ട. തൊള്ളയുടെ ഓങ്കാരം മുഴുവൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആകെപ്പാടെ സഹായത്തിന് അവളേ ഉള്ളൂ. അടുക്കള എന്തെങ്കിലും എടുക്കാനും ശ്രീകുട്ടി കൂട്ടിനും ഒക്കെ അവളേ ഉള്ളൂ. പാവം. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഞാനും പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ മുഴുവൻ ഉറുമ്പാണല്ലോ. ഉറുമ്പോ? എവിടെ? ഉറുമ്പല്ല, കാപ്പിപ്പൊടിയാ. ആ, കുടുംബത്തൊരു പെണ്ണ് വേണോന്ന്, ഒരു പെൺകുട്ടി ഉള്ളത് വളർന്നു വരികയാണെന്നുള്ള വിചാരം ഉണ്ടോ നിനക്ക്? ദേവേനി മരിച്ചിട്ട് കൊല്ലം 5 ആയി. എന്നും ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് കഴിയാനാ പാവം. ഇനി 3-4 കൊല്ലം കൂടി കഴിഞ്ഞാ ഇവളുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ നിനക്ക് കഴിയോ? എന്താ ഒന്നും മിണ്ടാത്തെ? ആ കാര്യം പറയുമ്പോ നാക്കില്ല, ചെവിയും കേക്കില്ല. ഞാൻ എന്താ പറയണ്ടേ? ശ്രീകുട്ടി, അടുക്കളയിൽ അമ്മായി ഇന്നലെ കൊണ്ടുവന്ന് ബിസ്ക്കറ്റ് ഇരിക്കണുണ്ട്. മോളെടുത്ത് തിന്നോ. ആ, എന്നാ ചെന്ന് പല്ല് തേക്ക്. അച്ഛൻ തേപ്പിച്ചരാ. ഡാ, ആ കുന്നംകുളത്ത് പറഞ്ഞ കുട്ടിയില്ലേ, നല്ല പെൺകുട്ടിയാ. നമുക്കൊന്ന് പോയി കാണാടാ. വേണ്ട, എനിക്ക് പേടിയാ. പെണ്ണ് കാണണതോ? അതല്ല. പിന്നെന്താ? സർപ്പകോപം അല്ലേ? വെറുതെ എന്തിനാ ഒരു പെൺകുട്ടിയുടെ പാമ്പ് പിടിപ്പിച്ച് കൊല്ലിക്കണേ? ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ ആലോചിച്ചുണ്ടാക്ക. ആരെ കോപിച്ചേക്കണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മണി, പൊട്ടിച്ചു കളഞ്ഞൊന്നും കൂട്ടിച്ചേർക്കണ്ട. കണ്ടോ, മിണ്ടാണ്ട് പോണോ? വിഷ്ണു ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലേ ഏറ്റനാവോറ് പാടിയൊഴിക്കുന്നേ. രാപ്പനി മേ പനി ഞെട്ടി പനികളും ഉള്ളവ വീണ കൊണ്ട് പാടിയൊഴിക്കുന്നേ. സമ്പത്തും മഴകോട് വാഴട്ടെ. ആദ്യത്തെ ഉണ്ണി ഭഗവാനെ പോലെയും അഴകോടും ആയുസ്സ എന്നേക്കും വാഴണേ. ഒരു പാട്ടുകൂടി പാടുള്ളൂ. തീ നേരമില്ല സാറേ, കൂടി ചെന്നിട്ട് വേണം പണിക്ക് പോവാൻ. ഇവിടത്തെ കുട്ടികളുടെ ആയതുകൊണ്ടാ ഇന്ന് തന്നെ വന്നേ. അല്ലെങ്കിൽ ഞായറാഴ്ച പാട്ടിന് പോക്കുള്ളൂ. ദക്ഷിണ കൊടുക്ക കുട്ടാ. ഉവാവൊന്നും വരില്ല. സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവും. ദോഷമില്ല. കുറച്ചേരം കൂടി നിന്നാ ഇത്തിരി കഞ്ഞി ഒഴിച്ചിട്ട് പോവാൻ സരോജിനി. അയ്യോ വേണ്ട, നേരില്ല. തേങ്ങ ഉണ്ടെങ്കിൽ ഒരു തേങ്ങ കിട്ടിയ ചമ്മന്തി അരക്കായിരുന്നു. കുട്ടാ, നാണിയുടെ ഒരു നാളീരം തരാൻ പറയൂ. ആരാ കണക്ക് കൂട്ട? ആരുമില്ല. കുറച്ചാളൊരു ചെക്കനുണ്ടായിരുന്നല്ലോ. ഗുരുവായൂരുള്ള എന്റെ ഒരു അമ്മായിയുടെ മോനാ. അവിടെ പഠിക്കില്ല, കളിച്ചു നടക്കാന്നും പറഞ്ഞ് എന്റെ അടുത്ത് ഉണ്ടാക്കി. ഇവിടെ അവനെ 7 തോറ്റു. ഒരു പോത്തനാ. എന്നാലും തുണയ്ക്കൊരു ആൺകുട്ടികൾ നല്ലതല്ലേ? അതില്ലെങ്കിൽ സാരില്ല.
എന്റെ മോള് മുതിർന്നു വരിക. വെറുതെ എന്തിനാ ഒരു വയ്യാവേലി. അതും ശരിയാ, കാലം നന്നല്ല. നിന്റെ മോള് ഇപ്പൊ എത്രയല്ല പഠിക്കണേ? 10ല്. അവളുടെ അച്ഛൻ എന്തെങ്കിലും കൊടുക്കാൻ അന്വേഷിക്കുകയോ ചെയ്യോ? കണ്ടിട്ടും കൂടി ഇല്ല. എന്റെ മോൾക്ക് അച്ഛനില്ല. ഇവർക്ക് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുണ്ടോ? കണ്ടാ തോന്നില്ല കേട്ടോ. 2 months later, early in June, after an absence of 15 years, I found myself in London once more, and among the many friends who greeted me on my arrival was the familiar figure of Mr. Gokhale in